ഇതാരാണ് ടീം? ഇംഗ്ലീഷ് സ്കിറ്റ്. ഓക്കേ, ഒരു വെറൈറ്റി മേക്കപ്പ് ഒക്കെ ആണല്ലോ. എന്താ നിങ്ങളുടെ സ്റ്റോറി? എന്താ? പോയിസൺ. ഓക്കെ, ഏതാ സ്കൂൾ? ഏതാ? GHSS പുത്തൂർ. പുത്തൂർ, കൊല്ലം. പുത്തൂർ ചോദിച്ചു പെട്ടെന്ന് തൃശ്ശൂർ പുത്തൂരാന്ന് ചോദിച്ചു. കൊല്ലംകാരാണ്. കൊല്ലം കണ്ടവന് ഇല്ല വേണ്ടെന്നാണല്ലോ. പറഞ്ഞോ. ശരി, വേറെ ഏതൊക്കെ ഐറ്റം ഉണ്ട്? അതോ ഇത് മാത്രമാണോ? എല്ലാരും ഒന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോ. പാർവതി, നീരദ, അരോമ, അനവദ്യ, കൃഷ്ണപ്രിയ, ആദ്യ, ദേവർഷ്, ശ്രീഹരി. എന്താ നിങ്ങൾക്ക് കോസ്റ്റ്യൂം ഇല്ലാത്ത? നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കണ്? നമ്മള് ബാക്ക്ഗ്രൗണ്ടാ. നമ്മള് ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ആ പെർഫോമൻസിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയി വരാം. കഴിഞ്ഞു. വെരി ഗുഡ്. നല്ലൊരു ഗൈഡ് നമുക്ക് കൊടുക്കാം പ്ലീസ്. അതെ, നല്ല എനർജറ്റിക് ആയിട്ട് ചെയ്തോട്ടോ. ഞാൻ അതിൽ നിന്ന് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു പോയിന്റ് ഇങ്ങനെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അങ്ങോട്ട് തീർന്നു പോയി. മനസ്സിലായിട്ടില്ല, ചുമ്മാ തള്ളുന്നതാണ്. മനസ്സിലായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് ശരിക്കും എത്ര ടൈം ഉണ്ട് ഈ ഒരു സ്റ്റോറി? 10 minutes ആണ് ടോട്ടൽ ടൈം തന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടേത് 9:30 ആണ്. 9:30 ആണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് പെർഫോം ചെയ്തതിനു ശേഷം നിങ്ങൾ ഇറങ്ങി വന്നപ്പോൾ കിട്ടിയ കമന്റ്സ് എന്തായിരുന്നു? അടിപൊളിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ എഫേർട്ട് കൊടുത്തു, നല്ല എനർജിയോടെ കളിച്ചെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞങ്ങളും നല്ല തൃപ്തിയോടാണ് ഇറങ്ങിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ആൾക്കാരല്ലേ? പാടില്ലേ? ഇത് നിങ്ങളുടെ ഈ സ്റ്റോറിനകത്തുള്ള പാട്ട് മാത്രമേ പാടുള്ളൂ? അത്രേ ഉള്ളോ? സിനിമ പാട്ടൊന്നും അറിയില്ല? ആരാത്? ഇദ്ദേഹം പാട്ട് പാടുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഒരു രണ്ടുപേരും ട്രൈ ചെയ്യാം. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്ക് പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. വാണിടും മംഗളമാലപിക്കേ ഓമനെ നിന്നെ ഞാൻ സ്വന്തമാക്കും. ചേട്ടനാണോ അത് പഠിപ്പിച്ചത് അല്ലെങ്കിൽ മോനാണോ അത് പഠിപ്പിച്ചത്? ചെറിയ കുട്ടിയെ നോക്കി എങ്ങനെ ചേട്ടാന്ന് വിളിക്കാൻ തോന്നി? ഞാൻ അത്രയും ചെറുപ്പായതുകൊണ്ടാണ് ഞാൻ ചേട്ടാന്ന് വിളിച്ചത്. ഗുരുക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം. ഓക്കെ, അല്ലെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ല അല്ലേ? ഓക്കെ, ഞങ്ങൾക്ക് സാറുണ്ട്. ഞങ്ങളുടെ ഇത് സ്ക്രിപ്റ്റ് എഴുതിയത് ഞങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ അരുൺ സാറാണ്. അത് ഞങ്ങൾക്ക് സ്ക്രീൻ പ്ലേ ആക്കി മാറ്റിയത് മനോജ് ചേർത്തല. മനോജ് ചേർത്തല സാറിനും അതുപോലെ തന്നെ അരുൺ സാറിനും ഒരു അഭിനന്ദനങ്ങൾ പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് TCVയുടെ ചാനൽ, യൂട്യൂബ് ചാനൽ അവർക്ക് കാണിച്ചു കൊടുത്തോളൂ. ഞങ്ങൾ അവിടെ പോയി പെർഫോം ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി അഭിമാനപൂർവ്വം ഞങ്ങൾ പെർഫോം ചെയ്തെന്നൊക്കെ പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു.